കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ യുവാവിനെ പ്രേരിപ്പിച്ചത് ബാങ്ക് പരിശീലന കേന്ദ്രത്തിലെ സൗഹൃദത്തിലുണ്ടായ തകർച്ച. കൊല്ലപ്പെട്ട ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗറിൽ ഫെബിൻ ജോർജ് തോമസിന്റെ സഹോദരിയും തേജസ് രാജും ഒന്നിച്ച് ബാങ്ക് പരീക്ഷ പരിശീലനത്തിന് പഠിച്ചിരുന്നു. ഇതിനിടെ ഇവർ പ്രണയത്തിലായി. ഇരു വീട്ടുകാർ വിവാഹം നടത്താമെന്ന് ധാരണയിലും എത്തി. പിന്നീട് പെൺകുട്ടിക്ക് കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിച്ചു. അതിനുശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പെൺകുട്ടിയും കുടുംബവും തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറി. ഇത് തന്നെയാണ് പ്രതികാരം. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ ജയിക്കാനാവാതെ വന്നതും തേജസ് രാജിനെ മാനസികമായി തളർത്തിയിരുന്നു. തേജസ് സിവിൽ പോലീസ് പരീക്ഷ പാസ്സായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. തുടർന്ന് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു. ഇതിനിടെ യുവതിക്ക് ജോലി ലഭിച്ചു. ഇതോടെ ബന്ധം തകർന്നു. ഇത് തേജസിനെ തളർത്തി. തുടക്കത്തിൽ അക്രമം നടത്തിയ ആളെ പറ്റിയുള്ള വിവരം വീട്ടുകാർ മറച്ചുവെച്ചുവെന്ന് പോലീസ് പറയുന്നു. കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ച് എത്തിയത് തേജസ് ആണെന്നും തിരിച്ചറിഞ്ഞിട്ടും ഇക്കാര്യം തുറന്നു പറയാൻ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസും ഭാര്യയും തയ്യാറായിരുന്നില്ല. ജോർജ് ഗോമസിനും കുത്തേറ്റിരുന്നു. ആരാണ് വീട്ടിലെത്തി അക്രമം കാട്ടിയതെന്ന് അറിയില്ലെന്നാണ് കുടുംബം പോലീസിനെ അറിയിച്ചത്. വീട്ടിലേക്ക് വന്ന കാറിനെ തേടിയുള്ള അന്വേഷണമാണ് തേജസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോഴേക്കും തേജസ് ആത്മഹത്യ ചെയ്തിരുന്നു. നീണ്ടകര, പരിമണം, പുത്തൻതുറ, തെക്കേടത്ത് തേജസ് രാജു കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയാണ് വീട്ടിലെത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട്. തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി കരുതിയ 2 പെട്രോൾ ടിന്നുകളിൽ ഒന്ന് കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇയാൾ കൊണ്ടുവന്ന ലൈറ്റും പിന്നീട് സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തി. പ്രണയം തകർന്നു. പോലീസിൽ ജോലിയും കിട്ടിയില്ല. ഈ നിരാശയ്ക്കിടെയാണ് യുവതിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതായി തേജസ് രാജ് അറിയിക്കുന്നത്. ഇതാണ് യുവതിയുടെ മാതാപിതാക്കളോടും സഹോദരനോടുമുള്ള വൈരാഗ്യത്തിനിടയാക്കിയത്. സംഭവ ദിവസം രാവിലെയാണ് വീട്ടിൽ നിന്നും കാറിൽ തേജസ് രാജ് പുറപ്പെട്ടത്. യുവതിയും വീട്ടിൽ ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുമെന്നാണ് പോലീസ് നിഗമനം. ചോര പടർന്ന വീടുമുറ്റം, പൈപ്പിൻ ചുവട്, മതിൽ, കുത്താൻ ഉപയോഗിച്ച കത്തി, പുറത്തേക്കൂടിയ ഫെബിൻ വീണ് കിടന്ന സ്ഥലം, തേജസ് കൊണ്ടുവന്ന ലൈറ്റർ എന്നിവ പോലീസ് പരിശോധിച്ചു. വീട്ടുമുറ്റത്തും കാർ ഷെഡിന്റെ തൂണിലും മതിലിലുമെല്ലാം ചോരപ്പാടുകളുണ്ടായിരുന്നു. പിന്നീട് ഫെബിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വീട് വൃത്തിയാക്കി. ചെമ്മാൻമുക്കിൽ കണ്ടെത്തിയ തേജസിന്റെ കാറിലും പോലീസ് പരിശോധന നടത്തി. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഫെബിന്റെ സഹോദരിയുമായി സംസാരിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തും. ജോർജ് ഗോമസിന്റെ മൊഴിയും എടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വാട്സാപ്പ് ചാറ്റുകളും ഇലക്ട്രോണിക് തെളിവുകളും പോലീസ് ശേഖരിച്ചു വരികയാണ്.